ഹായ് മച്ചാമാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ A12 എന്ന് പറഞ്ഞ മോഡലാണ്. മൂന്നാമത്തെ നിലയിരുന്നും തറയിൽ വീഴുന്ന മൊബൈലാണിത്. അപ്പോൾ ഡിസ്പ്ലേ ഉണ്ടോ, അത്രേ പൊട്ടിയുള്ളൂ. അതും ഒരു മൂല കുത്തി വീണുകൊണ്ടാണ് പൊട്ടിയത്. അതുപോലെ തന്നെ A12ഉം M12ഉം കാണാൻ ഒരുപോലെ ഇരിക്കും മച്ചാനെ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഡിസ്പ്ലേയും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ്. സാംസങ്ങിൻ്റെ ഈ A12, M12, A13, M13, M14, A14 ഇതെല്ലാം നോക്കിയാൽ ഒരുപോലെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. സെയിം മോഡലാണ് ഇറക്കിയിരിക്കുന്നത്, ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും വെച്ചാൽ. അപ്പോൾ ഞാൻ സിം ട്രേ ഇളക്കി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പാണ് വെച്ചാൽ, എന്താ പറഞ്ഞാൽ ഫുള്ള് കപ്പ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൂടുതലിട്ട് എന്താ പറയുക, ഇളക്കാനായിട്ട് പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. നഖം വെച്ചുകൊണ്ട് ഇതാണ് അങ്ങനെ ഒരു കറക്ക്. അഥവാ നഖം വെച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പണർ വെച്ചിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു കറക്കിയാൽ മതി. കറക്കിയിട്ട് അങ്ങനെ കപ്പ് പോലെ ഇളകി വരും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഞാനിപ്പോൾ നഖം വെച്ചാണ് തെക്കിയത്, കണ്ടോ, സിമ്പിളായിട്ട് തന്നെ ഇളകി വരും. അതുപോലെ സൈഡിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. സ്ട്രിപ്പ് കയറി പോകുമെന്ന് പേടിക്കണ്ട, കാരണം അതാണ്ട് അവിടെ കണ്ടോ ഡയറക്റ്റ് വെച്ചിരിക്കുകയാണ്. അവിടെ ലോക്കായിട്ട് ക്ലിപ്പുകളോ മറ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ സാധാരണ ഒരു പ്രൊട്ടക്ടർ അവിടെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ കീറി പോകുമെന്ന് പേടിക്കാം. ഇത് വലിച്ചാലും തന്നെ ചിലപ്പം അവിടെ നിന്ന് കണക്ടർ ചാടിയേ വരത്തുള്ളൂ, അല്ലാതെ കീറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രൂ ഒക്കെ ഇളക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബാക്ക് പാനലുണ്ടല്ലോ, ഇത് ഒരു രക്ഷയില്ല മച്ചാനെ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു 4-5 മോഡലുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല ബാക്ക് പാനലാണ്. എത്രയും ഹൈറ്റ് ഇരുന്ന് വീണാലും ചെറിയൊരു ചതവ് പറ്റത്തേ ഉള്ളൂ. പണ്ട് നോക്കിയേക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ, ലൂമിയ സീരീസിൻ്റെ അകത്ത് ഇതുപോലെ ആയിരുന്നു. അതിൽ ലൂമിയയിൽ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ 2-3 മോഡൽസ് ഉണ്ട്. അതിൽ ബാക്ക് പാനൽ എത്ര വീണാലും പൊട്ടത്തില്ല, ചതയത്തേ ഉള്ളൂ. അതേ മെത്തേഡാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ മോഡൽസ് എല്ലാം. എത്ര വീണാലും ശരി, ഏത് മൂലകുത്തി എങ്ങനെ വീണാലും ബാക്ക് പാനൽ ചതവ് പറ്റത്തേ ഉള്ളൂ, ഇതാവത്തില്ല, പൊട്ടി വാരി പോകത്തൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ സാംസങ് പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. മറ്റുള്ള മൊബൈൽസൊക്കെ വെച്ച് നോക്കുമ്പം ബാക്ക് പാനൽ ഒരു രക്ഷയില്ലാത്ത ബാക്ക് പാനലാണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ എല്ലാം ഇളക്കി അതിൻ്റെ ബാക്ക് പാനൽ കവർ ഇളക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അതായത് ഒരു ലോക്കുണ്ട്, അത് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി കേട്ടോ. ഞാൻ അല്ലാതെ ഒന്ന് എടുത്ത് നോക്കി വന്നില്ല. അപ്പോൾ ആ ലോക്ക് കണ്ടോ, ഇവർ ബാക്ക് പാനൽ മാത്രമല്ല ഫുള്ള് ലോക്ക് സിസ്റ്റം വേറെ ലെവലാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി സ്ട്രിപ്പ് ഫസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് മാറ്റി. സൂപ്പർ ബാക്ക് പാനൽ കേട്ടോ. ഇനി നമ്മുടെ ഡിസ്പ്ലേ സ്ട്രിപ്പ് അവനെ ഇങ്ങനെ പയ്യെ റിമൂവ് ചെയ്യാൻ, നല്ല വീതി ഉണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഒരു സ്ട്രിപ്പുണ്ട്, അത് ഡിസ്പ്ലേയിലാണ് വരുന്നത്, അത് താഴെയാണ് വരുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ ഇളക്കണം. അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കി. സ്ക്രൂ ഇളക്കുന്നതൊക്കെ ഇടണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കി. അതുപോലെ തന്നെ സൈഡിൽ ഒരു ലോക്കുണ്ട്, അത് ഞാൻ അങ്ങനെ നൈസിന് ഒരു സൈഡിൽ ഇരുന്നും അത്രയേ ഉള്ളൂ, ഒറ്റൊരു തെക്ക് ഇളകി അങ്ങ് പോരുന്നു. അടുത്തിവിടെ കാണാൻ പറ്റുന്നതാണ്ടേ ആ സ്ട്രിപ്പാണ്. അവനെ റിമൂവ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇളക്കി മാറ്റാം. അതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് ഈ നെറ്റ്വർക്ക് കേബിൾ ശ്രദ്ധിച്ചോണം. ഇത് ഇടയ്ക്ക് കയറി കിടക്കും. നമ്മൾ ഈ ലോക്ക് ഇടാൻ നേരത്ത് സൈഡിലങ്ങനെ കയറി വന്നാൽ ചതഞ്ഞ് അപ്പോഴേ കട്ടാവും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു നെറ്റ്വർക്ക് കേബിൾ ശ്രദ്ധിച്ചോണം. ഇനി ഡിസ്പ്ലേ ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് നൈസിന് പൊക്കി നോക്കുകയാണ്. ഇളകി വരുന്നില്ല കേട്ടോ. അത് ഞാൻ നോക്കിയപ്പോൾ ഇളകി നിൽക്കുന്ന പോലെയാണ് തോന്നിയത്, പക്ഷെ അത് ഇളകിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഹീറ്റ് എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നേരെ കിടക്കാം ഡിസ്പ്ലേ. അതായത് സാംസങ്ങിൻ്റെ വലിയ പാടൊന്നുമില്ല. ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കറക്ക്. സാംസങ് മാത്രമല്ല, വിവോ എല്ലാം അത് തന്നെയാണ്. സാംസങ്ങിൻ്റെ LED ഇളക്കുമ്പോഴാണ് മെനക്കേടിച്ചിരി. LED ഇളക്കുമ്പോൾ കുറച്ച് മെനക്കെടണം. അല്ലാതെ ഈ LCD ഡിസ്പ്ലേ വരുന്ന മോഡൽസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ 4 സൈഡിലും അതാണ്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ നോക്കണം, വളരെ ഇല്ല, പൂമാതിരി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വരും. ഒരു സൈഡ് ഇത് വേണ്ടാത്ത ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ കുത്തിയാൻ കണക്കാണ്. ഓക്കെ, ഏതാണ്ടേ ഇളകി വന്നുണ്ടോ. ഇനി ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, വലിച്ചിങ് എടുത്താൽ മതി. കണ്ടോ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് വരും. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിനകത്ത് അധികം ഗമ്മൊന്നും ഉണ്ടാവില്ല. സാംസങ് ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഗമ്മൊന്നും ഫ്രെയിമിൽ അധികം ഉണ്ടാവില്ല. മറ്റുള്ള മൊബൈൽസ് ഇളക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗമ്മുണ്ടാവും, പക്ഷേ സാംസങ്ങിൻ്റെ അകത്ത് ആ ഒരു ഇഷ്യൂവേ ഇല്ല. അത് ഇച്ചിരി ക്ലീൻ ചെയ്താൽ മതി. നോക്കിയേ, ഒരുപാടൊന്നും വലിച്ചു പിടിച്ച് കട്ട പിടിച്ചൊന്നും ഇളക്കണ്ട. അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്താവും. അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കി. മുകളിൽ ക്യാമറ വരുന്ന ഭാഗത്ത്, സെൽഫി ക്യാമറ വരുന്ന ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ചിലർ അത് മറന്ന് ഓട്ടിക്കാൻ നേരത്ത്, അത് ശ്രദ്ധിക്കണേ. അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇതാണ്ടേ കറക്റ്റ് ഫസ്റ്റ് ഫ്രെയിമിനകത്ത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഫ്രെയിമിനകത്ത് വീഴുന്നു. ഇപ്പോഴേ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും, ഫ്രെയിമിനകത്ത് വീഴുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഓക്കെ, സ്ട്രിപ്പ് കണക്ഷനെല്ലാം കൊടുത്തു.
താഴത്തെ ചാർജിങ് ഇത് ഇല്ലെങ്കിൽ ചാർജ് കയറൂല. ഓക്കെ, അതും കൊടുത്തു. അടുത്ത് ഓൺ സോറി, മറ്റേ ഫിംഗർ കൊടുക്കണം വെച്ചാൽ, ഫിംഗർ കൊടുത്തിട്ട് വേണം ഓൺ ചെയ്യാനായിട്ട്. ഫിംഗർ സ്ട്രിപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. എവിടെ നമ്മുടെ ബാക്ക് പാനൽ? വരൂ ഓടി വരൂ, വാടോ ഒന്ന്. ഇത് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിഞ്ഞാലൊന്നും പൊട്ടത്തില്ല കേട്ടോ. സ്ട്രിപ്പ് കൊള്ളാം, നല്ല സ്ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി പെട്ടെന്ന് തന്നെ ഓൺ ചെയ്യാം. അവിടെ പ്രസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ചേർത്ത് വെച്ചിട്ട് ഓൺ ചെയ്യാണ്. ഓണായി വരൂ സീസേം. ഒന്ന് കറക്റ്റ് നിൽക്കടോ. ഓക്കെ, ഓണായിട്ടുണ്ട്. ഓണായില്ലേ? ഓണായില്ല, വന്നില്ലേ? ചേടാ ഓണായാണല്ലോ. നല്ല പ്രസ്സായിട്ട് വന്ന് തന്നെ അകത്തോട്ട് നീങ്ങിപ്പോകും, അതുകൊണ്ടായിരുന്നു. ഓക്കെ, ഓണായിട്ടുണ്ട് നമ്മുടെ സാംസങ് ഗാലക്സി A12. പക്ഷേ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ A12, M12, A13, M13, M14, A14 ഇതെല്ലാം എന്താ പറയുക, ഇച്ചിരി ഹാങ്ങിങ് ഉള്ള മോഡലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെ ബൂട്ടിങ് ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഞാൻ കുറേ സ്കിപ്പ് ചെയ്തതാണ്, ഒരുപാട് നേരം എടുത്ത് ബൂട്ട് ചെയ്ത്, മിനിമം 2 മിനിറ്റ് പുറത്തെങ്കിലും പോയി കാണും. അപ്പോൾ ഞാനത് ബൂട്ട് ചെയ്ത് ആ ഒരു ഇത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് എടുത്തിരിക്കുന്നത്. കളറൊക്കെ കണ്ടോ, വേറെ ലെവൽ. അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഫുള്ള് ചെക്ക് ചെയ്യാൻ പോവാണ്. മെയിനായിട്ടും ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് അവരവർക്ക് തോന്നുന്ന രീതിയിലെല്ലാം ചെക്ക് ചെയ്യാം. നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കാവൂ. ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് എല്ലാ സ്ഥലത്തും കറക്കും. അതുപോലെ മെസ്സേജ് എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത്, സ്ക്രീൻ റൊട്ടേറ്റ് ഓൺ ചെയ്തിട്ട് അപ്പുറത്തിപ്പുറത്തായിട്ട് ചരിച്ച് എല്ലാ അക്ഷരങ്ങളും കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഉറപ്പുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രം, ഇപ്പോൾ ഇത് ഒരു വട്ടം ചെക്ക് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഓക്കെ ആണ്, ഇത് എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്ന ഒരു ഡിസ്പ്ലേ അല്ല. അതുകൊണ്ട് താണ്ടേ കണ്ടോ, ഫുള്ള് ചെക്ക് ചെയ്തു. ഇനി ഞാനിത് ഡയറക്റ്റ് അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇളക്കി മാറ്റിയിട്ട് ഒട്ടിക്കത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു ഉറപ്പില്ല ഒരു ഡിസ്പ്ലേ, ഇപ്പോൾ നമ്മൾ ഡൗട്ടിലെടുക്കുമല്ലോ. ഇപ്പോൾ വേറെ ഒരു ഡിസ്പ്ലേ നമുക്കൊരു ഡിസ്പ്ലേയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ആ ഡിസ്പ്ലേ അല്ല വേറൊരു ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊരു മൈൻഡിൽ ഓടും. അപ്പോൾ അന്നേരം നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് പിന്നെ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചാർജ് കുത്തി നോക്കാൻ വിട്ടുപോയി മച്ചാനെ, അതാണ് ഞാൻ ഒന്നും കൂടി സ്ട്രിപ്പ് കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ചാർജ് കുത്തി നോക്കുകയാണ്, കാരണം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ചാർജ് കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഡിസ്പ്ലേ മാറ്റേണ്ട ഗതികേടാണ്. സോ ചാർജർ കണക്റ്റ് ആവുന്നുണ്ട്, നോ പ്രോബ്ലം. നമ്മൾ ഈ രണ്ട് സ്ട്രിപ്പും ഒരുമിച്ച് വരുന്ന മോഡലാണെങ്കിൽ മസ്റ്റായിട്ടും ചാർജ് കുത്തി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് ഒട്ടിക്കാൻ പോകണം. അതുപോലെ തന്നെ ഞാൻ കുറേ എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസൊക്കെ കണ്ടായിരുന്നു. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, മൊബൈലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നെങ്കിൽ സർവീസിന് കൊടുക്കുമ്പം പാസ്വേഡൊന്നും പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പം എനിക്ക് ഒരുമാതിരിയായി. എന്താണെന്ന് പറഞ്ഞാലോ, നമ്മൾ സർവീസ് ചെയ്യുന്നത് ഒരു തൊഴിലിന് വേണ്ടിയാണ്. വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും നമ്മുടെ സഹോദരനും സഹോദരിയും അങ്ങനെയാണ് കാണുന്നത്. എവിടെയോ എല്ലാ ഫീൽഡിലും എവിടെയെങ്കിലും മൂലയ്ക്ക് ഏതെങ്കിലും ഒരു തെറ്റുകാരനുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ചേർത്ത് വെച്ച് അങ്ങനെയൊക്കെ വീഡിയോസ് കണ്ടപ്പം എനിക്ക് മനസ്സിനൊരു വല്ലായ്മ. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് പാസ്വേഡ് തരും, ഞാനതെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സർവീസറും കസ്റ്റമറല്ല. അത് ഒരു എന്താ പറയുക, ലേഡീസ് ആണെങ്കിൽ അതെൻ്റെ അമ്മയും പെങ്ങളും അങ്ങനെ ഒരു മൈൻഡിലും, എൻ്റെ ചേട്ടന്മാരാണെങ്കിൽ അത് എൻ്റെ ചേട്ടനും അനിയനും അങ്ങനെ ഒരു മൈൻഡാണ്, വല്യപ്പന്മാരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വർക്കാണ്. ഇതിൽ നമുക്കെന്ന് പറഞ്ഞൊരു ആത്മാർത്ഥത ഉണ്ട്, ഒരു സത്യസന്ധമുണ്ട്. അപ്പോൾ എവിടെയോ ഒരുത്തൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഈ വീഡിയോ കാണുമ്പം എനിക്ക് വല്ലാതെ ഒരു വിഷമമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാമാരെ. എന്ന് പറഞ്ഞാൽ പാസ്വേഡ് തരുന്നതിൽ അത് വേണോ അങ്ങനെ ചിലരൊക്കെ സംസാരിക്കത്തില്ലേ, അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് വലിയ വിഷമമായിപ്പോയി. വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കറിയാമല്ലോ നമ്മുടെ സത്യസന്ധം എന്താണെന്നുള്ളത്. ഒന്ന് വിഷമമായപ്പോൾ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ അതിനെപ്പറ്റി. ഓക്കെ, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. അപ്പോൾ മച്ചാൻ ഇവിടെ ഞാൻ ഗമ്മ് കറക്റ്റായിട്ട് 4 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ്. ഗം ഒരിക്കലും നടുക്ക് വയ്ക്കരുത്. ഫ്രെയിമിൻ്റെ നടുക്ക് ഒരിക്കലും ഡിസ്പ്ലേ സീറ്റിംഗ് ആക്കാൻ വേണ്ടി ഗമ്മ് വയ്ക്കുകയോ ചെയ്യരുത്. 4 സൈഡിൽ മാത്രം വെച്ചാൽ അത് തന്നെ അധികം. ഓക്കെ, അപ്പോൾ നമ്മൾ ദാണ്ടെ സ്ട്രിപ്പ് കണക്ഷൻ കൊടുക്കുകയാണ്.
ഡിസ്പ്ലേ ഒരു ഇച്ചിരി ഫ്രെയിമിൽ ഇരുന്ന് ഇച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താപ്പോട്ടാണ് ഇറങ്ങുന്നത്, ഒരു ഇച്ചിരി മുകളിലോട്ട് വെച്ചാൽ മതി. ചില ഡിസ്പ്ലേകൾ ഇപ്പോൾ ഈ ഡിസ്പ്ലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അധികം ഒന്നും മുകളിലോട്ട് വെച്ചില്ല, കാരണം നല്ല കറക്റ്റ് സീറ്റിംഗ് ആണ്, ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് സീറ്റ് ആവുന്നുണ്ട്. കണ്ടോ, സൈഡൊക്കെ നോക്കി, സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് സീറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ റബ്ബർ ബാൻഡും കൂടി ഇട്ട് നമ്മൾ ഉണങ്ങാൻ വയ്ക്കുമ്പോഴേക്കും നല്ല സീറ്റിംഗ് ആവും, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം, അവിടെയാണ് വിഷയമുള്ളത്. ചില വേറെ വേറെ കമ്പനി ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ചില കമ്പനി ഡിസ്പ്ലേ ചിലപ്പോൾ ഇച്ചിരി ആ ഗ്ലാസ്സിന് ഇച്ചിരി നീളം കൂടുതലായിരിക്കും, അപ്പോൾ ഇച്ചിരി ഫ്രെയിമിൻ്റെ മേളിൽ വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. അല്ലാതെ മേളിൽ നിൽക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് സെലക്ട് ചെയ്ത് എടുത്ത് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. അതുപോലെ തന്നെ ഗമ്മ് വയ്ക്കുമ്പോൾ ഇച്ചിരി അധികം വെച്ചാലും കുഴപ്പമില്ല, ഡിസ്പ്ലേ ലൈറ്റ് പുറത്ത് ചാടാതെ നോക്കുക. അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, ഓവർ ടൈറ്റ് ആക്കാതെയാണ് റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നത്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, ഓവർ ടൈറ്റ് ഒരിക്കലും കൊടുക്കരുത്. സ്മൂത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് നോർമലായിട്ട് എത്ര കറക്കാൻ പറ്റുമോ അത് മാത്രം കറക്കുക. 2 കറക്കുകയാണെങ്കിൽ 2, ഒരു ചെറിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഒറ്റ ഇതിൽ ഇടുക. ഇല്ലെങ്കിൽ ഒരു വലിയ റബ്ബർ ആണെങ്കിൽ 3 കറക്കുക. ഈ ഓവറായിട്ട് വലിച്ചില്ല, നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങളിൽ ഇതൊക്കെ കെട്ടാൻ ഉപയോഗിക്കുമല്ലോ, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ സാമ്പാറും ഇതൊക്കെ ഈ പൊതിയൊക്കെ കിട്ടത്തില്ല, അപ്പം എന്താ പിന്നെ കറക്കി ഇടുമല്ലോ, അതുപോലെ ടൈറ്റ് ചെയ്തൊന്നും ഇടരുത്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവനെ കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ A12 ഡിസ്പ്ലേ നല്ല സീറ്റിംഗ് ആണ് മച്ചാനെ, വേറെ ലെവൽ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സീറ്റിംഗ് സെറ്റായിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ എടുത്തപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് 2-3 മോഡൽ ഡിസ്പ്ലേ ഇതിലുണ്ടായിരുന്നു ഒരേ ക്വാളിറ്റിയിൽ. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ചപ്പം ഫ്രെയിമിൽ ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു മൂല ഇച്ചിരി കയറിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. വേറെ ഒരെണ്ണം സീറ്റിങ്ങിൻ്റെ അകത്ത് എനിക്ക് അത്ര ഫീൽ തോന്നിയില്ല. പിന്നെ ഇത് കറക്റ്റ് സീറ്റിങ്ങും കറക്റ്റ് ക്വാളിറ്റി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1, 2, 3 ഡിസ്പ്ലേ വെച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യാവും. നിങ്ങളല്ലാതെ അവർ കൊണ്ടുവരുന്ന ഡിസ്പ്ലേ ഏതെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നമ്മൾ സൂട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല മച്ചാനെ. അപ്പോൾ നമുക്ക് ഓക്കെ ഇത് കറക്റ്റ് വീഴുന്നുണ്ട്, ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദൂരെ ലോങ്ങിലായിരിക്കും ഈ സ്പെയർ കൊണ്ടുവരുന്നവർ, അപ്പോൾ അവർ കൊണ്ടുവരുമ്പം ഒരു സമയമാവും. അവർ കൊണ്ടുവന്ന് തന്ന ഡിസ്പ്ലേ നിങ്ങൾ ഡയറക്റ്റ് സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ പിന്നെയും സമയം പോകും, കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഡിസ്പ്ലേ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒന്നും ചെയ്യരുത്. മാക്സിമം നിങ്ങൾ മെനക്കെട്ട് പോയി അങ്ങ് ചെയ്യുക, കസ്റ്റമറുടെ അടുത്ത് സമയം മേടിച്ചിട്ട്. ഓക്കെ, ഞാനിതാണ്ടേ എല്ലാം സെറ്റ് ചെയ്തു, സ്ട്രിപ്പൊക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് കാണും വീഡിയോ, സ്ട്രിപ്പൊക്കെ കറക്റ്റ് ഇട്ടു, എല്ലാ സ്ട്രിപ്പുകളും കറക്റ്റ് ഉണ്ട്, നെറ്റ്വർക്ക് കേബിളും കറക്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്ക്രൂ ചെയ്യുന്നത് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്ക് പാനൽ, ഇതിൻ്റെ ബാക്ക് പാനൽ വേറെ ലെവൽ. ഇതിന് ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ലോക്കാണ് വെച്ചാൽ. 4 സൈഡിലും നല്ല ക്ലിപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് പിടിച്ചിടുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് പെർഫെക്റ്റായിട്ട് സീറ്റിംഗ് ആവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ സീറ്റിംഗ് ആവുന്ന ഒരു ഫീല്. അതുകൊണ്ട് അത് ചാടിപ്പോയി മച്ചാനെ, പവർ ബട്ടൺ അതിൻ്റെ അകത്തിരുന്ന് ചാടി പുറത്ത് കിടക്കുന്നത്. അതില്ല, ഒരു ജസ്റ്റ് ഒന്ന് അതൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പം കറക്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട്, ഇല്ലെങ്കിൽ പ്രസ്സിങ് കിട്ടത്തില്ല, അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ അതാണ്ടേ അതൊരു സ്റ്റീലിൻ്റെ ആണ്, അത് കറക്റ്റ് വയ്ക്കണം. അപ്പോൾ ഇവനകത്തോട്ട് കയറ്റിയിട്ട് കറക്റ്റ് ലോക്കാണത്, സംഭവം ഒരു സ്റ്റീൽ ലോക്കാണ്. അതിനകത്തൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, കാരണം പവർ ബട്ടണിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് പ്രസ് ചെയ്യുമ്പോൾ. അത്രയേ ഉള്ളൂ. അതങ്ങനെ കയറ്റി വെച്ചു. ഇനി സെറ്റ് ചെയ്യാം. സ്ട്രിപ്പ് കൊടുത്തു. ഇത് നമ്മൾ നോർമലി വിവോയുടെ മോഡലൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ട്രിപ്പ് കൊടുക്കാൻ നേരത്തെ അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊട്ടക്ടർ വയ്ക്കും, ഈ സ്ട്രിപ്പ് ചാടി പോകാതിരിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് ഇത് ഇളക്കാൻ നേരത്ത് കീറി പോകുന്ന പറഞ്ഞ് പേടിക്കണ്ട. കണ്ട ലോക്ക്, കണ്ടാ നമ്മുടെ ലോക്ക് ടിക്ക് കൊണ്ടണ്ട. വാവ്, വീഴുന്നുണ്ടോ? ടക്കാന്നാണ് വീഴുന്നത്. ഒരു സൈഡ് ചതഞ്ഞിരിക്കുന്നുണ്ട്, എന്നാലും ഡാമേജ് പൊട്ടത്തില്ല. അത് ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല ബാക്ക് പാനലാണ്. അപ്പോൾ നമ്മുടെ സിം ട്രേയും കൂടി അങ്ങോട്ട് പിടിച്ചിടുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ A12 ഓണായി വരൂ. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് വെച്ചാൽ. ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ മാത്രമേ സെലക്ട് ചെയ്യാവൂ. അതിന് നിങ്ങൾ പോയി മെനക്കെട്ട് ഇരുന്ന് അവിടെ ഓരോരോ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരിക്കലും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അവർ തരുന്ന ഡിസ്പ്ലേ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അത് ക്വാളിറ്റി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അതാണ് നമ്മുടെ വിധി. അപ്പം നമ്മൾ തന്നെ മെനക്കെട്ടാലേ നല്ലൊരു ഡിസ്പ്ലേ കസ്റ്റമറിന് ഇട്ട് കൊടുക്കാൻ പറ്റും.
നമ്മുടെ സാംസങ് A12 ഓണായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ഒക്കെ ഉണ്ട്, ക്ലീൻ ചെയ്ത് കസ്റ്റമറെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചന്മാരെ. ബൈ.